അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഫൈസൽ അഹ്സനി എന്ന് പറയുന്ന AP വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് മുറിച്ചു കൊണ്ടുവരികയും എന്നിട്ട് തൻ്റെ ഫേസ്ബുക്ക് വാളിൽ അത് പോസ്റ്റ് ചെയ്ത് സലഫികളെ തെറ്റായ നിലക്ക് അവതരിപ്പിക്കുകയും സലഫികൾ വളരെ മോശമാണ്, അവരുടെ വികൃത മുഖം, വളരെ വൃത്തികെട്ട മുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ആ സലഫി പണ്ഡിതൻ എന്താണ് പറഞ്ഞത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന നിലക്ക് അതിന് മറുപടിയായി ഞാനൊരു 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി. എന്നാൽ ആ വീഡിയോ ക്ലിപ്പിന് ഫൈസൽ അഹ്സനി മറുപടി പറഞ്ഞു. ആദ്യം അദ്ദേഹം ഒരു റൈറ്റപ്പ് പോസ്റ്റ് ചെയ്തു, അതിനു പുറമെ ഒരു വീഡിയോ തന്നെ അദ്ദേഹം ഇറക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ വീഡിയോ മറുപടിയായി വന്നപ്പോൾ AP വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മറുപടിയുണ്ടോ, ഇതാ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 ദിവസങ്ങളായി ചില തിരക്കുകളിൽ പെട്ടതുകൊണ്ട് അതിന് ആ സമയത്ത് തന്നെ മറുപടി പറയാൻ എനിക്ക് സാധിച്ചില്ല. ഏതാണെങ്കിലും അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് അയച്ചു തന്നവരോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങളതിൻ്റെ മറുപടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. ഏതാണെങ്കിലും ഈ നിലക്കുള്ള പ്രചാരണം നടത്തുകയാണ് ചില ആളുകൾ. അത്തരം ആളുകളോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനും അതിനെ കൃത്യമായ നിലക്ക് വിശദീകരിക്കുവാനും പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. സമസ്തക്കാരെ, നിങ്ങളെപ്പോലെ തെളിവുകളില്ലാതെ അതല്ലെങ്കിൽ കൃത്യമായ പ്രമാണങ്ങളില്ലാതെയല്ല ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായ ധാരണയും ബോധ്യവും ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ട് എന്നതാണ് അതിനെ സംബന്ധിച്ച് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു 3 മിനിറ്റ് മാത്രം സംസാരിച്ചാൽ തീരുന്ന വിഷയമല്ല, വൈജ്ഞാനികമായ ഒരു ചർച്ചയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ഫൈസൽ അഹ്സനി പ്രചരിപ്പിക്കുന്നത് പോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ട പ്രവാചകനായി അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് വെക്കുന്നത് എതിർക്കുന്നവരല്ല സലഫികൾ. മറിച്ച് സലഫികൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ മറ്റെന്തിനേക്കാളും മറ്റു മനുഷ്യരെക്കാളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ആ സ്നേഹം യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ ചെയ്യുന്നതിലൂടെയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് സുന്നത്ത് ചെയ്യാനും സുന്നത്ത് പഠിപ്പിക്കാനും ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് സലഫികൾ എന്ന് സമസ്തക്കാർക്ക് തന്നെ അറിയാം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ നിങ്ങൾ കൊണ്ടാടുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. ഇത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്, അതിലാർക്കും തർക്കമില്ല. എന്ന് മാത്രമല്ല, മഹാനായ അന്തിമദൂതൻ നമ്മുടെ ജീവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ്, അഫ്ളലാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾ എന്തിനെയാണ് എതിർക്കുന്നത്? ഈ ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അത് എൻ്റെ ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എതിർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദീന് അഥവാ ശറഅ് മുന്തിച്ച ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളുമുണ്ട്. ആ പദപ്രയോഗങ്ങൾക്കും വിശേഷണങ്ങൾക്കുമൊന്നും പ്രാധാന്യം നൽകാതെ മറ്റു പല പദങ്ങൾ അതിന് പകരമായി സ്വീകരിച്ച് അത് മതചിഹ്നമായി കൊണ്ടാടുകയും അത് പ്രധാനമായ ഒരു പദമായി അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മതചിഹ്നമായി ചില പദപ്രയോഗങ്ങൾ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് ഞങ്ങളിവിടെ എതിർക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ? അതിലാർക്കും എതിർപ്പില്ല. അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ. ആ ഹദീസുകളൊന്നും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ദീന് മുന്തിച്ച പദപ്രയോഗങ്ങൾക്കപ്പുറം വിശേഷണങ്ങൾക്കപ്പുറം ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളും കൊണ്ടുവരുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാ ഞാൻ ഉദ്ധരിക്കുന്നത്, ആദ്യം ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാം.
ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആ ഹദീസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ഹദീസ്? അനസിൻ, അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? അന്ന റജുലൻ, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് പറയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ, യാ ഖൈറന, ഞങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവനെ, വബ്ന ഖൈരിന, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവന്റെ മകനെ, വയാ സയ്യിദന, ഞങ്ങളുടെ നേതാവേ, വബ്ന സയ്യിദിന, ഞങ്ങളുടെ നേതാവിന്റെ മകനെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. ആശയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല. യാ ഖൈറന എന്നല്ലേ പറഞ്ഞത്, വബ്ന ഖൈരിന എന്നല്ലേ പറഞ്ഞത്, സയ്യിദ് നേതാവ് എന്നല്ലേ വിശേഷിപ്പിച്ചത്. ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല ഖൂലു ബിഖൗലിക്കും, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞോ, പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വലാ യസ്തജിറകും ശൈത്താൻ, പിശാച് നിങ്ങളെ കെണിയിൽ വീഴ്ത്താതിരിക്കട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ, അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ്. മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലത്തി ലത്തി അൻസലനില്ലാ, അല്ലാഹു എനിക്ക് തന്ന ഒരു പദവിയേക്കാൾ നിങ്ങൾ എന്നെ ഉയർത്തി അതിനേക്കാൾ എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഫലാ തർഫഊനി മാ ഉഹിബ്ബു അൻ തർഫഊനി, നിങ്ങൾ എന്നെ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫൗക മൻസിലത്തി ലത്തി അൻസലനി അല്ലാ, അല്ലാഹ് എനിക്ക് ഇറക്കി തന്നൊരു പദവിയുണ്ട്, അത് ഞാൻ അള്ളാന്റെ ദൂതനാണ്, അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ നബിയാണ്. ആ പദവിയേക്കാൾ എന്നെ ഉയർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരിക്കും മനസ്സിലാക്കണം എൻ്റെ ശ്രോതാക്കൾ. ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ച പദങ്ങൾ ഏതെങ്കിലും തെറ്റായ ആശയമുള്ള പദങ്ങളുണ്ടോ? എന്താ ആദ്യം പറഞ്ഞത്? ഖൈറന, ഞങ്ങളിൽ ശ്രേഷ്ഠമായവൻ. തെറ്റുണ്ടോ അതിൽ? ഒരിക്കലും തെറ്റില്ല. വബിന ഖൈരിന, ഞങ്ങളിൽ ശ്രേഷ്ഠനായവന്റെ മകൻ. തെറ്റുണ്ടോ? തെറ്റില്ല. വയാ സയ്യിദന, ഞങ്ങളുടെ നേതാവേ. തെറ്റുണ്ടോ? ഒരിക്കലുമല്ല. അള്ളാന്റെ റസൂല് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ മനുഷ്യരുടെ നേതാവാണ്, സയ്യിദ എന്ന് പ്രയോഗിച്ചാണ്, സയ്യിദ് വലദി ആദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കണം. വബിന ഖൈരിന വബിന സയ്യിദിന, ഞങ്ങളുടെ സയ്യിദായ സയ്യിദിന്റെ മകനെ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിക്കുന്ന ഈ പദപ്രയോഗങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ വെറുക്കുകയും ചെയ്തു. ഫൈസൽ അഹ്സനി എന്തുകൊണ്ടാണ് വെറുത്തത്? അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത സലഫി പണ്ഡിതൻ പറഞ്ഞ കാര്യം അവിടെയാണ് വേർതിരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഈ പദപ്രയോഗങ്ങളെ സയ്യിദിനെയും ഖൈറിനെയും അതേപോലെ വബിന സയ്യിദിന എന്നൊക്കെ പറഞ്ഞ ആശയപരമായി തെറ്റല്ലാത്ത പദപ്രയോഗങ്ങളെ പോലും അള്ളാഹുവിന്റെ റസൂല് നിരുത്സാഹപ്പെടുത്തിയത് എന്തിനാണ്? മഹാന്മാരായ ഇമാമിങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഈ കാണുന്നത് മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ ഷറഹാൻ. ആരുടെ ഷറഹാണ്? മഹാനായ ഇമാം തീബിയുടെ ഷറഹാൻ. ഷാഫി മദ്ഹബുകാരനായ പണ്ഡിതനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ ഷറഹാൻ ഞാൻ മുകളിൽ ഉദ്ധരിച്ച ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നിന്ന് ഉദ്ധരിച്ച ഈ ഹദീസിനെ, ഈ ഹദീസിന് അദ്ദേഹം ഷറഹ് നൽകുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് അറിയോ? വല്ലദീ യദുല്ലു അലാ കറാഹത്തിൽ കുൽ, ഇവിടെ പ്രയോഗിച്ച പദങ്ങളെല്ലാം അതെല്ലാം കറാഹത്താണ് എന്ന് അറിയിക്കുന്നു. ഏതൊക്കെ? ഖൈറന, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവനെ, വബിന ഖൈരിന, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവന്റെ മകനെ, സയ്യിദന, ഞങ്ങളുടെ നേതാവേ, വബിന സയ്യിദന, ഞങ്ങളുടെ നേതാവിന്റെ മകനെ. ഈ പദങ്ങൾ, ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തു എന്നാണ് അറിയിക്കുന്നത്. എങ്ങനെയാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, ഖൂലു ഖൗലക്കും, നിങ്ങളുടെ പദങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ ആ വാക്കിലൂടെ അതാണ് അറിയിക്കുന്നത്. ഐ ബിഖൗലി അഹ്ലി മില്ലത്തിക്കും, നിങ്ങളുടെ മില്ലത്തിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോ. പക്ഷേ വമാ ഹുവ മിൻ ശിആരിൽ മുസ്ലിമീൻ, ഇതൊന്നും മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ ചിഹ്നങ്ങളല്ല. മനസ്സിലാക്കണം ഫൈസൽ അഹ്സനി. ഇവിടെ ഹബീബ് എന്ന് നിരുപാധികം പ്രയോഗിക്കുന്നതല്ല പ്രശ്നം, മറിച്ച് സൂഫികൾ പിൽക്കാലത്തെ ഹബീബുന എന്ന് ഒരു മതചിഹ്നമായി ഷിആറായി കൊണ്ട് നടക്കുന്നുണ്ട്. അതിനെയാണ് ആ സലഫി പണ്ഡിതൻ എതിർത്തത്. അതാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും, അതായത് ഇപ്പൊ സയ്യിദ് അതേപോലെയുള്ള പദപ്രയോഗങ്ങൾ, അതൊന്നും ദീനിന്റെ ചിഹ്നങ്ങളല്ല.
വമാ ഹുവ മിൻ ശിആരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ദീനിന്റെ ചിഹ്നങ്ങളല്ല അത്. വദാലിക ഖൗലുഹും റസൂലുള്ളാഹി വനബിയുള്ളാഹ്, മുസ്ലിമീങ്ങളുടെ ദീനിന്റെ ചിഹ്നം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹ് എന്നും നബിയുള്ളാഹ് എന്നും ഒക്കെയാണ്. വിഷയങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പൊ മതചിഹ്നമായി ഇത്തരം പദപ്രയോഗങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ എതിർപ്പ്. അങ്ങനെയുള്ള ഒരു മതചിഹ്നമായ നിലക്ക് ഹബീബ്, ഹബീബുന എന്ന പദപ്രയോഗം സഹാബിമാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊരു മതചിഹ്നമായി പിൽക്കാലത്ത് സൂഫികൾ കൊണ്ടുവന്നതാണ്. അതിനെയാണ് സലഫി പണ്ഡിതനെ എതിർത്തത്. മനസ്സിലായോ? ആശയം തെറ്റുണ്ടോ? ഹബീബിന്റെ ആശയം തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ആശയം തന്നെയാണ്. സയ്യിദിന്റെ ആശയം തെറ്റുണ്ടോ? മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ആശയം തന്നെയാണ്. അതേപോലെ തന്നെ ഖൈറന എന്ന ആശയം തെറ്റുണ്ടോ? ഒരിക്കലും തെറ്റില്ല. പക്ഷേ അതൊരു ഷിആറായി കൊണ്ട് നടക്കാൻ പാടില്ല. ഷിആറായി കൊണ്ട് നടക്കുന്നത് റസൂലുള്ളാഹ് നബിയുള്ളാഹ് എന്നതിനേക്കാൾ അതിനെയൊക്കെ ഷിആറായി സ്വീകരിക്കുന്നത് ജീവിതകാലത്ത് തന്നെ എതിർത്തു. അക്കൂട്ടത്തിൽ പിൽക്കാലഘട്ടത്തിൽ സൂഫികൾ ഷിആറായി, അവരുടെ മതചിഹ്നമായി, അവരുടെ ആദർശ ചിഹ്നമായി, അവരുടെ പ്രയോഗമായി, സ്ഥിരം പ്രയോഗമായി കൊണ്ട് നടക്കുന്നതാണ് ഹബീബുന എന്നത്. അതിനെ ഗണ്ണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അതാണ് ഇവിടെ എതിർക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് തർക്കമുള്ളത്. അപ്പൊ വിഷയത്തിന്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ സൂഫികൾ പിൽക്കാലത്ത് കൊണ്ടുവന്ന പല പദപ്രയോഗങ്ങളുണ്ട്. അതിനെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. മുൻകാലത്ത് ഇമാമികൾ എതിർത്തിട്ടുണ്ട്. നിങ്ങൾ കിതാബൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ധാരാളം പദപ്രയോഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ് ഇഷ്ക്. നിങ്ങൾ ഉപയോഗിക്കല്ലേ റസൂലിനെ കുറിച്ചൊക്കെ ഇഷ്ക് എന്നുള്ളത്? ആ ഇഷ്ക് എന്നുള്ള പദപ്രയോഗം അള്ളാഹിനെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു പ്രേമിക്കപ്പെടുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുക. ഇഷ്ക് എന്നുള്ള പദപ്രയോഗം അത് സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അവരുടെ ഒരു മതചിഹ്നമാണ്. അത് സൂഫികളിൽ തന്നെ വഴിപിഴച്ച ഹുലൂലിയത്ത് വാദമുള്ള സൂഫികൾ കൊണ്ടുവന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ തെൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്, കാരണം വിഷയം ശരിക്കും മനസ്സിലാകണമല്ലോ. അപ്പൊ ഈ ഒരു ഗ്രന്ഥത്തിന്റെ പകുതിയോളം, ഈ തെൽബീസ് ഇബ്ലീസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഒരു പകുതിയോളം സൂഫികളുടെ പല തെറ്റായ നടപടികളെയും അവരുടെ രീതികളെയും അവരുടെ തെറ്റായ പദപ്രയോഗങ്ങളെയും ഒക്കെ മഹാനായ ഇമാം നിരൂപണം ചെയ്യുകയാണ്. ആ സൂഫികളിൽ തന്നെ ഹുലൂലുവാദികളായ പിഴച്ചുപോയ സൂഫികളുടെ ചില പ്രയോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രയോഗത്തെക്കുറിച്ച്, ഇഷ്കിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തത് ഇങ്ങനെയാണ്. ശരിക്കും നിങ്ങൾക്കത് കാണാം. ഖാലൽ ഖാളി അബൂ യഅല, മഹാനായ അൽ ഖാളി അബൂ യഅല റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖദ് ദഹബത്തുൽ ഹുലൂലിയത്തു, ഹുലൂലിയവാദക്കാരായ സൂഫികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇലാ അന്നല്ലാഹ അസ്സ വജല്ല യഅ്ഷിഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്ഷിഖ്, അല്ലാഹു പ്രേമിക്കുന്നു അല്ലെങ്കിൽ അല്ലാഹു പ്രേമിക്കപ്പെടുന്നു. സൂഫികളുടെ പദപ്രയോഗമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാലൽ മുസന്നിഫ്, ഈ ഗ്രന്ഥകാരൻ പറയാണ്, വഹാദാ ജഹ്ലുൻ മിൻ സലാസതി ഔജുഹിൻ, 3 കാരണങ്ങളാൽ അത് ശുദ്ധമായ വിവരക്കേടാണ്. അഹദുഹ, അതിലേതാ ഒന്നാമത്തേത്, മിൻ ഹൈസുൽ ഇസ്ം, ആ പദപ്രയോഗം, ആ ഇസ്മിന്റെ വിഷയം തന്നെ. ഫഇന്നൽ ഇഷ്ഖ ഇൻദ അഹ്ലിൽ ലുഗതി ലാ യകൂനു ഇല്ലാ ലിമാ യുൻകഹ്, ഇഷ്ക് എന്ന പദപ്രയോഗം ശരിക്ക് ഭാഷാ പണ്ഡിതന്മാരുടെ അടുക്കൽ ഉപയോഗിക്കുന്നത് തന്നെ വിവാഹത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന, നിക്കാഹിൽ ഏർപ്പെടാൻ പറ്റുന്ന ആളുകളുടെ പ്രേമത്തെക്കുറിച്ച് പറയുന്ന പദപ്രയോഗമാണ്. അത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൂടാ, അത് റസൂലിനെ കുറിച്ച് പറഞ്ഞുകൂടാ, അത് പിൽക്കാലത്ത് സൂഫികൾ ഉണ്ടാക്കിയതാണ്. വത്താനി, രണ്ടാമത്തേത്, അന്ന സിഫാത്തില്ലാഹി അസ്സ വജൽ മൻഖൂല, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ പ്രമാണങ്ങളിലുണ്ട്. ഫഹുവ യുഹിബ്ബു വലാ യുഖാലു യഅ്ഷിഖ്, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് പറയാം, അതിന് യുഹിബ്ബു എന്നാ പറയാ, അതല്ലാതെ അതിന് യഅ്ഷിഖ് എന്ന് പറഞ്ഞുകൂടാ. ഗണ്ണിക്കൻ കണ്ടോ, പിൽക്കാലത്ത് കൊണ്ടുവന്നൊരു പദം അത് ശിആറായി കൊണ്ടുവന്നതിനെയാണ് ഗണ്ണിക്കുന്നത്. വസ്സാലിസു, മൂന്നാമത്തത്, മിൻ ഐന ലഹു അന്നല്ലാഹ തആല യുഹിബ്ബുഹു ഫഹാദിഹി ദഅവ ബിലാ ദലീൽ, എവിടുന്നാ അവന് കിട്ടിയത് അള്ളാഹ് അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്? അതിനെന്ത് തെളിവാ അവന് കിട്ടിയത്? എവിടുന്നാ തെളിവ് കിട്ടിയത്? അപ്പോ തെളിവില്ലാത്തൊരു വാദമാണത്. ഇങ്ങനെ 3 രൂപത്തിൽ സൂഫികളുടെ ഈ പദപ്രയോഗം ശുദ്ധ ജഹാലത്താണ് എന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തെൽബീസ് ഇബ്ലീസിൽ സൂചിപ്പിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്? ഇവര് മതചിഹ്നമായി കൊണ്ടു നടക്കുന്ന ചില പദപ്രയോഗങ്ങൾ അതൊരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതചിഹ്നമല്ല.
അള്ളാന്റെ റസൂല് അതിന് ആശയങ്ങൾ ചിലതൊക്കെ ശരിയാണെങ്കിൽ പോലും അത് മതചിഹ്നമായി കൊണ്ടു നടക്കുന്നത് റസൂലുള്ള വെറുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. ആ സലഫി പണ്ഡിതൻ പറഞ്ഞ കാര്യത്തെ ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞാൻ ഗണ്ണിച്ചതിന്റെ രത്നചുരുക്കം ഇതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് ഇപ്പോ സയ്യിദ്, അതേപോലെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, ഖൈറന വബന ഖൈരിന എന്നൊക്കെ പറഞ്ഞില്ലേ, ആശയപരമായി തെറ്റൊന്നുമില്ല. ഇതേപോലെ ഉള്ള പദപ്രയോഗങ്ങൾ, അത് ഹബീബുന എന്ന പദപ്രയോഗം തന്നെ നിങ്ങൾ വെച്ചോ, ഇത് മതചിഹ്നമായി, ഇതൊരു ഷിആറായി മറ്റു അള്ളാന്റെ ശറഅ് മുന്തിച്ച റസൂലുള്ള നബിയുള്ള എന്ന പദത്തേക്കാൾ ഇതിനെ ഒരു മതചിഹ്നമായി കൊണ്ടു നടക്കുന്നതിനെ, അത് പിൽക്കാലഘട്ടത്തിൽ സൂഫികളുടെ രീതിയാണ്. അതിനെയാണ് ആ സലഫി പണ്ഡിതൻ എതിർത്തത്. അതിനെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതല്ലാതെ നിരുപാധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ എന്നത് ഇവിടെ ചർച്ചയല്ല. അതും സംബന്ധമായ ഹദീസുകളാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അതൊന്നും ഞങ്ങൾ തള്ളുന്നില്ല. മറിച്ച് ഞങ്ങളിവിടെ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ചില സമ്പ്രദായങ്ങളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ചർച്ചയുള്ളത്. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനെ ഒരു മതചിഹ്നമായി ഹബീബുന എന്ന പദപ്രയോഗം സ്വഹാബിമാര് ഷിആറായിട്ട് കൊണ്ടു നടന്നിട്ടുമില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അത് മനസ്സിലാക്കാതെ വൈജ്ഞാനികമായി ഒരു വിഷയത്തെ നേരിടാതെ ക്ലിപ്പ് കട്ടുമുറിച്ച് അവിടെ ഇവിടെയും കാണിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഫൈസൽ അഹ്സനിക്ക് ഒരിക്കലും യോജിച്ചതല്ല. വൈജ്ഞാനികമായ നിലക്കാണ് ഈ വിഷയത്തെ നേരിടേണ്ടത്. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാകാതെ ചില ഹദീസുകൾ കൊണ്ടുവന്നപ്പോൾ ഇതാ വെല്ലുവിളി സ്വീകരിച്ചു, ഞാൻ മുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നതും വിവരക്കേട് മാത്രമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.